നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ആരോപണവിധേയനായ ഡോക്ടറെ സംരക്ഷിച്ച് ആരോഗ്യവകുപ്പും സർക്കാരും. പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോഴും ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ നടപടിയില്ല. മറിച്ച് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശം. നവജാത ശിശുവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാതെ പ്രതിഷേധിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ നടപടി വേണ്ടെന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ്. സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം നിലവിലെന്നാണ് വിലയിരുത്തൽ. പ്രതിഷേധം കണക്കിലെടുത്ത് 1 മാസം നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. DMOയും ആരോഗ്യവകുപ്പ് ഡയറക്ടറും ആശുപത്രിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നവജാത ശിശുവിന്റെ മരണകാരണം ആശുപത്രി അധികൃതരുടെ വീഴ്ചയല്ല, യുവതിയുടെ പ്രായക്കൂടുതൽ ആരോഗ്യസ്ഥിതിയെ സങ്കീർണമാക്കി മരണകാരണമെന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കുന്നത്. 30 വയസ്സിന് മുകളിലുള്ള ആദ്യത്തെ പ്രസവം ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് പ്രതീക്ഷിക്കുന്നതാണ്. 1:30 ഫുള്ളായിട്ട് പ്രസവത്തിന് കുട്ടിയുടെ തല പുറത്തേക്ക് വന്നത്. അതിനുശേഷം ഉള്ള ഒരു പ്രോഗ്രസ് കുറച്ച് കുറഞ്ഞു. പ്രോഗ്രസ് കുറഞ്ഞപ്പോഴാണ് വാക്വം ഡെലിവറിക്ക് വേണ്ടി ശ്രമിച്ചു. അത് സ്ലിപ്പ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ 1:15 അതങ്ങനെ സ്ലിപ്പ് ചെയ്യണത്. 2:15 അങ്ങനെ സ്ലിപ്പ് ചെയ്യണത്. 2:15 സ്ലിപ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മൾക്ക് സിസേറിയന് വേണ്ടി പോകുകയാണ് ഉണ്ടായത്. 2:39 തന്നെ കുഞ്ഞിനെ പുറത്തെടുത്തിട്ടുണ്ട്. കുഞ്ഞ് വരുമ്പോൾ തന്നെ ഏതാണ്ട് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. റെസിസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതിൻ്റെ ഒരു നട്ഷല്ലുള്ളത്. അതേസമയം ഡോക്ടറുടെ പിഴവാണ് നവജാത ശിശു മരിക്കാൻ കാരണമെന്ന ഉറച്ച നിലപാടിലാണ് ബന്ധുക്കൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാതെ പ്രതിഷേധിക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. ഇന്നലെയാണ് പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് നവജാത ശിശു മരിച്ചത്. പാലോട് സ്വദേശികളായ നിരഞ്ജനയുടെയും ബിനിലിൻ്റെയും കുഞ്ഞാണ് മരിച്ചത്. ജനം, തിരുവനന്തപുരം.